സംസ്ഥാനത്ത് ആരും അറിയാതെ ലോഡ് ഷെഡിംഗ് നടപ്പാക്കാൻ കഴിയുമെന്ന് മുൻ കെ.എസ്.ഇ.ബി ചെയർമാൻ കൂടിയായ ബിജു പ്രഭാകർ തന്റെ കാലത്ത് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. ലോഡ് ഷെഡിംഗിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടിരുന്നാണ്. എൻ്റെ അടുത്ത് ട്രാൻസ്മിഷൻ ഡയറക്ടർ വന്നിട്ട് ചോദിക്കും, സാറേ ഇന്ന് വൈദ്യുതിയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യണം? ആരും അറിയാത്ത രീതിയിൽ നമുക്ക് ലോഡ് ഷെഡ് ചെയ്യാം. ഞാൻ എത്രയോ പ്രാവശ്യം ഈ വേനൽക്കാലത്തും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു നറേറ്റീവാണ്. അപ്പം ലോഡ് ഷെഡിങ് കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടുള്ളത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്നത് അടിമകളാണെന്നും ക്ഷേമ പെൻഷൻ അർഹരല്ലാത്തവർക്കും നൽകുന്നുണ്ടെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന ബിജു പ്രഭാകറിന്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് പ്രതികരണം. വിവരങ്ങളുമായി അനിരു അശോകൻ ചേർന്നു. അനിരു, പല കാലങ്ങളായി വർഷങ്ങളോളം സർക്കാരിനെ സേവിച്ച ഒരു IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഇപ്പോൾ ഇതുപോലുള്ള രൂക്ഷമായ പ്രതികരണങ്ങളൊക്കെ വരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി ഇതിൽ കാണുന്നത് കേരളം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്നത് അടിമകളാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ നാവായി അദ്ദേഹം മാറുന്നത് പോലെയുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് അദ്ദേഹം അവിടെ പറഞ്ഞത്? ഷമിലി, ബിജു പ്രഭാകരനെ സംബന്ധിച്ചിട്ട് കേരളം അറിയപ്പെടുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ പ്രവർത്തന മേഖലകളിൽ താൻ നേടിയ അനുഭവ സമ്പത്തും തനിക്കുണ്ടായ അനുഭവങ്ങളും വിവരിച്ചുകൊണ്ട് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ പറയുന്നതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഇടത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്നാൽ ആ ഒരു വാദത്തെ ഇപ്പോൾ ഖണ്ഡിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം LDF ഉയർത്തിയ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു. KSEB ബില്ലിലടക്കം അത്തരമൊരു മുദ്രാവാക്യം LDF കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ KSEB ചെയർമാനായിരുന്ന ബിജു പ്രഭാകർ ഇപ്പോൾ ആ വാദത്തെ തള്ളിക്കളയുകയായിരുന്നു. 2024 മെയ് 29-നാണ് അദ്ദേഹം KSEBയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തടക്കം ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെവി അറിയാതെയാണ് അന്ന് ആ പ്രവൃത്തികൾ നടത്തിയിരുന്നത്. മന്ത്രി ഒരു പാവമാണ്, അത് പ്രൊഫഷണലായിട്ടുള്ള എഞ്ചിനീയർമാരാണ് ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അത് അത്തരത്തിൽ നമുക്ക് ലോഡ് ഷെഡിംഗ് നടപ്പാക്കാമായിരുന്നു. പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള എഞ്ചിനീയർമാർ, പരിചയസമ്പന്നരായിട്ടുള്ള എഞ്ചിനീയർമാർ ആ സ്ഥാനത്ത് വരേണ്ടതുണ്ട് എന്നാണ് ബിജു പ്രഭാകർ പറഞ്ഞു വയ്ക്കുന്നത്. കൂടാതെ തന്നെ ഈ പ്രകാശന വേളയിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പലതരത്തിലുള്ള ജലവൈദ്യുത പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും അതിനൊക്കെ ഈ പറയുന്ന വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ആതിരപ്പിള്ളി പദ്ധതി നടപ്പാക്കാത്തതിന് പിന്നിൽ റിസോർട്ട് മാഫിയയുടെ താല്പര്യമാണ്. കൂടാതെ ഈ വേദിയിൽ തന്നെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാട് പറയുന്നു. അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു, അതുകൊണ്ട് തന്നെ താല്പര്യം കോൺഗ്രസ്സുകാരനായിട്ടാണ് ജീവിക്കാനാണ് തനിക്ക് താല്പര്യം. എന്നാൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തോട് താല്പര്യമില്ല എന്നുള്ളത് 51 വെട്ടിൻ്റെ രാഷ്ട്രീയം തനിക്ക് വഴങ്ങില്ല എന്നത് തന്നെയാണ് ബിജു പ്രഭാകർ ആ ചടങ്ങിൽ പറഞ്ഞു വയ്ക്കുന്നത്. കൂടാതെ ഈ പറയുന്ന കേരളത്തെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടല്ല താരതമ്യപ്പെടുത്തേണ്ടത്. കേരളത്തെ യൂറോപ്യൻ മാതൃകകളോട് വേണം താരതമ്യപ്പെടുത്തേണ്ടത്. കൂടാതെ ഈ പറയുന്ന കിഫ്ബി പ്രോജക്റ്റുകൾ പലതും കൃത്യമായി നടപ്പാക്കുന്നില്ല. ക്ഷേമ പെൻഷൻ പലതും അനർഹരിലേക്കാണ് എത്തുന്നത്. നല്ല ഭരണാധികാരികളെ കേരളം അർഹിക്കുന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശാമിലി, ശരി, എന്തായാലും രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കാനുള്ള ഒരു വേദിയായി അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അനിരു അശോകൻ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയപ്പോൾ മനസ്സിലാവുന്നത്.